പ്രവാചകനും പ്രചാരകനുമായിരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണയുടെ എത്ര പാഠങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചത്. വിഷമങ്ങളെന്ന നായ്ക്ക് വെള്ളം നൽകിയതിന്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗം ലഭിച്ചു എന്ന് തിരുനബി പ്രഖ്യാപിച്ചു. അതേസമയം ഭക്ഷണം നൽകാതെ പൂച്ചയെ കെട്ടിയിട്ടപ്പോൾ ആരാധനയിൽ നിലനിൽക്കാനുള്ള ഒരു സ്ത്രീ നരക അവകാശിയായി മാറിയ സംഭവം തിരുനബി പറഞ്ഞത്. ദയയും അത്രയും പ്രധാനമാണെന്ന് മനുഷ്യരെ പഠിപ്പിക്കുവായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണ ചെയ്യാത്തവന് കരുണക്ക് അവകാശമില്ല എന്ന് തിരുദൂതർ അറിയിച്ചുണ്ടായി. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യും എങ്കിൽ ആകാശത്തുള്ള നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് തിരുവചനം. അല്ലാഹു കാരുണ്യവനാണ്, അവൻ പരമകാരുണ്യനും കാരുണ്യബാധിതനുമാണ്. വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ അധ്യായങ്ങൾ ആരംഭിക്കുന്നത് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള കരുണയുടെ ഭേദകരമായ അടച്ച തമ്പൂരാണ് കാരുണ്യം നമുക്ക് ലഭിക്കാൻ നമ്മുടെ സാഹചര്യങ്ങളോട് നാം കരുണയോടെ പെരുമാറണം എന്നാണ് തിരുനബി പറഞ്ഞത്. കരുണ ചെയ്യാത്തവന് കാരുണ്യക്ക് അവകാശമില്ല. കാരുണ്യമാണ് ലോകത്തിന് ഇന്നും എന്നും ആവശ്യം. മക്ക ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളുമാണ് പ്രവാചക തിരുമേനിക്ക്. മക്ക ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളാണ് പ്രവാചക തിരുമേനിക്ക്. മക്ക വിജയത്തിലൂടെ സ്വന്തം നാട് കീഴാക്കിയപ്പോൾ അവരോട് പ്രതികാരം കാണിക്കാത്ത ഒരു മാന്ത്രിക ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു മാന്ത്രിക നമുക്ക് എവിടെ നിന്നാണ് കാണാൻ സാധിക്കുക? മക്കളെ ശത്രുക്കൾ സഹിക്കാൻ കഴിയാതെ തിരുനബി അഭയം തേടി തന്റെ അമ്മാവന്മാരുടെ നാടായ തോയിഫിലേക്ക് പോയി. അവിടെ നിന്ന് ലഭിച്ചത് ക്രൂരമായ സ്വീകരണമായിരുന്നു. പരിഹാസവും അധിക്ഷേപവും. 2 പിള്ളേരെ കൊണ്ട് കല്ലെറിഞ്ഞ് ആ പൂങ്കോണിയെ വേദനിപ്പിച്ചും കാലിൽ നിന്ന് ചോര വന്നു. തോയിഫിന്റെ മണ്ണ് ചുവന്നു. എന്തിന് മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നടത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ ഭൂമിയിൽ സമാധാനവും ധർമ്മവും സ്ഥാപിക്കാൻ മുന്നോട്ട് വന്നതിന്റെ പേരിൽ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയാണ് സ്വന്തം നാട്ടുകാർ നബിയോട് പ്രതികരിച്ചത്. അങ്ങനെ എന്തെല്ലാം ദ്രോഹങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോയിഫിലേക്ക് പോയത്. അവിടെ സ്ഥിതി ഭിന്നമായിരുന്നില്ല. നബി വിഷമിച്ചിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് നബിയോട് പറയുകയാണ്, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ ഈ കാണുന്ന മല പിഴുതെടുത്ത് ഇവരെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ഇത് കേട്ട് നബി പറഞ്ഞത്, എന്താ ഇത് ഒന്നോ വേണ്ട, അവരുടെ പിൻഗാമികളിൽ ആരെങ്കിലും സത്യവിശ്വാസത്തെ പുൽകുന്നതായി ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്പം മുമ്പ് എന്നെ ദ്രോഹിച്ച നാട്ടുകാരോട് ക്ഷമിക്കുക.